നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ബാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ പഠിക്കുന്നത് ഏതാണ് ടോപ്പിക് എന്ന് ചോദിച്ചാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കാണാം എന്താണ് സിവിൽ പോലീസ് ഓഫീസർ എന്ന തസ്തികയിലേക്കുള്ള സ്പെഷ്യൽ ടോപ്പിക്. ആ സ്പെഷ്യൽ ടോപ്പിക്കാണ് നമ്മളിന്നിവിടെ ക്ലാസ് ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ നമ്മൾ നോക്കുന്ന എന്താണ് ഒഫൻസസ് അഗൈൻസ്റ്റ് ബോഡി എന്ന് പറയുന്ന ഒരു മനുഷ്യ ശരീരത്തിന് നേരെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള അതിക്രമങ്ങളെക്കുറിച്ചും അവയെപ്പറ്റി പ്രതിപാദിക്കുന്ന IPC സെക്ഷനുകൾ അല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷനുകൾ, അവയുടെ ശിക്ഷാ നടപടികൾ എന്നിവയൊക്കെയാണ് ഇവിടെയുള്ളത്. അപ്പോൾ സിവിൽ പോലീസ് പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്സാണ്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതുമാണ്. അപ്പോൾ എന്താണ് IPC സെക്ഷൻ 359 എന്ന് നമുക്കൊന്ന് നോക്കാം. IPC സെക്ഷൻ 359 ഇത് ഭാരതീയ ന്യായ സംഹിതയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 137 സെക്ഷൻ 137 സബ് ക്ലോസ് 1 എന്ന പേരിലാണ്. അപ്പോൾ എന്താണ് ഈ IPC 359 പ്രതിപാദിക്കുന്നത്? അത് കിഡ്നാപ്പിംഗ് അഥവാ തട്ടിക്കൊണ്ടുപോകൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ കടത്തിക്കൊണ്ടുപോകൽ എന്ന് പറയുന്ന ഒരു പ്രക്രിയ. അതിന് നമ്മൾ ചുരുക്കി പറയുന്ന പേരെന്താണ്? ആൾ മോഷണം എന്നാണ് പറയുന്നത്. ആളിനെ മോഷ്ടിച്ചു കൊണ്ടുപോവുക, സാധനങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന അതേ ലാഘവത്തോട് കൂടിയിട്ട് ജീവനുള്ളൊരു വ്യക്തിയെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന കടത്തിക്കൊണ്ടുപോകുന്ന പ്രക്രിയക്കാണ് നമ്മൾ കിഡ്നാപ്പിംഗ് അഥവാ തട്ടിക്കൊണ്ടുപോകൽ അഥവാ ആൾമോഷണം എന്ന് പറയുന്നത്. ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് IPC 359 BNS സെക്ഷൻ 137 ഇതിലുള്ളത്. അപ്പോൾ എന്താണ് ഈ ആൾമോഷണം? അതിനെ പ്രധാനമായിട്ടും 2 തരത്തിലാണ് നിർവചിച്ചിരിക്കുന്നത്. അപ്പോൾ ആൾമോഷണം അഥവാ കിഡ്നാപ്പിംഗ് എന്ന് പറയുന്നത് 2 തരത്തിലുണ്ട്. ഒന്ന്, ഇന്ത്യയിൽ നിന്നുള്ള ആൾമോഷണം, അതായത് ഇന്ത്യയിൽ നിന്ന് ആൾക്കാരെ കടത്തിക്കൊണ്ടുപോകുന്ന പ്രക്രിയ മറ്റേതെങ്കിലും ഇന്ത്യക്ക് വെളിയിലുള്ള പ്രദേശങ്ങളിലേക്ക് കടത്തിക്കൊണ്ടുപോകുന്നതായിരിക്കും ഉദ്ദേശിക്കുന്നത്. 2, നിയമാനുസൃതമായിട്ട് സംരക്ഷിക്കപ്പെടുവാനായിട്ട് ചുമതലപ്പെട്ടിരിക്കുന്ന ഒരു രക്ഷകർത്താവ് ഉണ്ടാവും ഒരു വ്യക്തിക്ക്. ആ വ്യക്തിയിൽ നിന്ന് എന്ത് ചെയ്യുകയാണ്? ഈ പറയുന്ന ആ വ്യക്തിയെ കടത്തിക്കൊണ്ടു പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അത് നിയമാനുസൃത രക്ഷകർത്താവിൻ്റെ പക്കൽ നിന്നുള്ള ആൾമോഷണം. അപ്പോൾ ആൾമോഷണം എന്നുള്ള നിർവചനത്തെക്കുറിച്ചും ഏതൊക്കെ തരത്തിലുള്ള ആൾമോഷണങ്ങൾ ഉണ്ട് എന്നും 2 തരത്തിലുള്ള ആൾമോഷണങ്ങൾ ഉണ്ട് എന്നും പ്രതിപാദിക്കുന്ന IPC സെക്ഷനാണ് IPC 359 എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കിയാലോ, ഇതിൽ 2നെയും സെപ്പറേറ്റ് ആയിട്ട് പറയുന്നുണ്ട്. എങ്കിൽ അതിൽ IPC 360 എന്തിനെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്? IPC 360 പ്രതിപാദിക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ആൾമോഷണത്തെക്കുറിച്ചാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള ആൾമോഷണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് IPC സെക്ഷൻ 360. ഇത് ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 137 സബ് ക്ലോസ് 1 പെടുത്തിയിരിക്കുന്നത്. സബ് ക്ലോസ് 137 സബ് ക്ലോസ് 1A എന്നാണ് പറയുന്നത്. അപ്പോൾ IPC സെക്ഷൻ 360 പ്രതിപാദിക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ആൾമോഷണത്തെക്കുറിച്ചാണ്. അപ്പോൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സമ്മതമില്ലാതെ കടത്തിക്കൊണ്ടുപോവുക, അതായത് ഒരാളുടെ സമ്മതമില്ലാതെ അയാളെ കടത്തിക്കൊണ്ടുപോകുന്നു എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ IPC 360 നമ്മൾ പഠിച്ചു. നമ്മൾ നോക്കുന്നത് IPC 361. അപ്പോൾ എന്താണ് IPC 361 പറയുന്നത്? ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 137 സബ് ക്ലോസ് 1B അതാണ് ഭാരതീയ ന്യായ സംഹിതയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സെക്ഷൻ 137 സബ് ക്ലോസ് 1B അതാണ് IPC 361 എന്ന് പറയുന്നത്. ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? കിഡ്നാപ്പിംഗ് ഫ്രം ലോഫുൾ ഗാർഡിയനാണ്. നിയമാനുസൃതമായിട്ട് സംരക്ഷിക്കപ്പെടുവാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തിയിൽ നിന്ന് ഒരു വ്യക്തിയെ കടത്തിക്കൊണ്ടുപോകുന്ന പ്രക്രിയ. അതാണ് നമ്മൾ ഈ പറയുന്ന നിയമാനുസൃതമായ രക്ഷകർത്താവിൽ നിന്ന് ഒരു മൈനറിനെ തട്ടിക്കൊണ്ടുപോകുന്നു. മൈനർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആരാണ്? കുട്ടി എന്നാണ് നമ്മൾ മൈനർ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോവുക എന്നതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ മൈനറിനെ കടത്തിക്കൊണ്ടുപോകുന്നു. IPC പ്രകാരം മൈനർ എന്ന് പറയുമ്പോൾ ആൺകുട്ടിയാണെങ്കിൽ അത് 16 വയസ്സാണ്. 16 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടിയെ മൈനർ എന്നാണ് IPCയിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അതേപോലെ പെൺകുട്ടിയാണെങ്കിലോ അത് 18 വയസ്സിൽ താഴെയാണെങ്കിൽ അതിന് പെൺകുട്ടി അല്ല, അതിന് മൈനറായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഭാരതീയ ന്യായ സംഹിത പ്രകാരമാണെങ്കിൽ കുട്ടി എന്ന് പറയുമ്പോൾ ഒറ്റ നിർവചനമേ ഉള്ളൂ, അത് 18 വയസ്സിൽ താഴെയുള്ള ആൾ ആയിരിക്കും. പിന്നെയോ നിയമാനുസൃത രക്ഷകർത്താവ് എന്ന് പറയുന്ന നേരത്ത് ആരാണ്? മൈനറോ ബുദ്ധിസ്ഥിരതയില്ലാത്തതോ ആയിട്ടുള്ള ഒരാളിനെ സൂക്ഷിക്കപ്പെടുവാനായിട്ട് ചുമതലപ്പെട്ടയാളിനെയാണ് നമ്മൾ നിയമാനുസൃത രക്ഷകർത്താവ് എന്ന് പേരിട്ടുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. ഇത് നമുക്ക് IPC സെക്ഷൻ 363 കുറിച്ച് നോക്കാം. എന്താണ് ഇതിൽ പ്രതിപാദിക്കുന്നത്? ഭാരതീയ ന്യായ സംഹിതയുടെ സെക്ഷൻ 137 സബ് ക്ലോസ് 2 അതിലും എന്താണ് പ്രതിപാദിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് പണിഷ്മെൻറ്റ് ഫോർ കിഡ്നാപ്പിംഗ് എന്നാണ് പറയുന്നത്. പണിഷ്മെൻറ്റ് ഫോർ കിഡ്നാപ്പിംഗ് അതായത് കിഡ്നാപ്പിംഗ് നടത്തുന്നതിനുള്ള ശിക്ഷയെപ്പറ്റി പ്രതിപാദിക്കുന്നു. അതാണ് IPC 363 BNS സെക്ഷൻ 137 സബ് ക്ലോസ് 2 എന്ന് പറയുന്നത്. അതായത് പണിഷ്മെൻറ്റ് ഫോർ കിഡ്നാപ്പിംഗ് ആൾമോഷണത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. ആൾമോഷണത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് ഇത്. ഇതിലെന്താണ് ശിക്ഷയുള്ളത്? 7 വർഷം വരെ തടവും പിഴയുമാണ് ഇതിലുള്ളത്. 7 വർഷം വരെ തടവും പിഴയും ഇതിന് ഉണ്ട്. പിന്നെയോ IPC സെക്ഷൻ 362 ഉണ്ട്.
IPC സെക്ഷൻ 362 പ്രതിപാദിക്കുന്നത് അബ്ഡക്ഷൻ ആണ്. അബ്ഡക്ഷൻ വെച്ചാൽ തട്ടിക്കൊണ്ടുപോകൽ. അതിനെ ഭാരതീയ ന്യായ സംഹിതയിൽ പ്രതിപാദിക്കുന്നത് 138 എന്ന വകുപ്പാണ്. അപ്പോൾ IPC സെക്ഷൻ 362 ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 138 പ്രതിപാദിക്കുന്നത് അബ്ഡക്ഷൻ അഥവാ തട്ടിക്കൊണ്ടുപോകലിനെ കുറിച്ചാണ്. അപ്പോൾ തട്ടിക്കൊണ്ടുപോകലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് ഇത്. ഇതെങ്ങനെയൊക്കെയാണ് പറയുന്നത്? ഇതിനുള്ള സാഹചര്യങ്ങൾ, തട്ടിക്കൊണ്ടുപോകുവാനായിട്ട് ചില സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് തട്ടിക്കൊണ്ടുപോകൽ ഉണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അല്ലേ. ഒരു സ്ഥലത്ത് നിന്നും പോകാനായിട്ട് ബലപ്രയോഗത്തിലൂടെ നിർബന്ധിക്കുകയാണ്. സ്വമേധയാ പോകാൻ താല്പര്യമില്ലാത്ത ഒരാളിനെ കടത്തിക്കൊണ്ടു പോകുക, അതാണല്ലോ തട്ടിക്കൊണ്ടുപോകൽ. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്നും പോകാൻ ബലപ്രയോഗത്തിലൂടെ നിർബന്ധിക്കുന്നു. പിന്നെയോ ചതിവ് മാർഗ്ഗങ്ങളിലൂടെ ഒരു സ്ഥലത്തു നിന്നും പോകാനായിട്ട് പ്രേരിപ്പിക്കുന്നു. അപ്പോൾ ചതിവ് മാർഗ്ഗങ്ങളിലൂടെ ഒരു സ്ഥലത്തു നിന്നും പോകുവാനായിട്ടും പ്രേരിപ്പിക്കുന്നു. ഇതാണ് IPC സെക്ഷൻ 362 ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 138 പ്രതിപാദിക്കുന്നത്. അപ്പോൾ സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഈ സെക്ഷനുകളെ കുറിച്ചുള്ള ക്ലാസ്സുകൾ പ്രയോജനം ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. ഓൾ ദി ബെസ്റ്റ്.